അതൊരു എന്താണ് ഒരു ക്രിമിനൽ നടപടി തന്നെയാണ്. അപ്പോൾ അതിനെതിരെ ഞങ്ങൾക്ക് നിയമപരമായി പോയേ പറ്റൂ. സമരത്തെ രാഷ്ട്രീയമായിട്ട് നേരിടാനുള്ള കെൽപ്പില്ല ഈ LDFനും CITUവിനും അവരുടെ നേതാക്കൾക്കും എന്നുള്ളതാണ്. അവരും ആലോചിക്കണം. അവരിങ്ങനെ പൊതു രംഗത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് അവരുടെയൊക്കെ നേതാക്കന്മാരുടെ മനസ്സിൽ ഇതാണുള്ളത്. അവരുടെ കൂടെ ഇരിക്കുന്ന സ്ത്രീകളെയും കൂടിയാണ് അധിക്ഷേപിച്ചത്. അവർക്ക് അതിനകത്ത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് CITUകാർ ഇവിടെ കൊടയോ വടിയോ ഒക്കെ ആയിട്ട് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾക്ക് അതിനൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇത് ഈ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന അതിനെതിരെ ഞങ്ങൾ ശക്തമായ നടപടിയായിട്ടും. നമസ്കാരം. ആശാവർക്കർമാരുടെ സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടും ഈ സമരത്തെ ഇല്ലായ്മ ചെയ്യുവാനും എല്ലാം തന്നെ ഭരണത്തിൽ ഇരിക്കുന്നവരും അതുകൂടാതെ CITU സംഘടനയും എല്ലാം തന്നെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി നിരന്തരം ആശാവർക്കർമാരെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇക്കഴിഞ്ഞ ദിവസം വളരെ മോശമായ രീതിയിൽ ആശാവർക്കർമാരെ അധിക്ഷേപിച്ചിരിക്കുകയാണ് CITU സംസ്ഥാന സെക്രട്ടറിയായ KN ഗോപിനാഥ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് കുട മാത്രമാണോ സുരേഷ് ഗോപി ആശാവർക്കർമാർക്ക് നൽകിയത്, ഉമ്മയും കൊടുത്തോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്നു വരുന്നത്. ആശാവർക്കർമാരെ അപ്പാടെ അധിക്ഷേപിക്കുന്ന, അവരെ സമരത്തെ തന്നെ തള്ളിപ്പറയുന്ന രീതിയിലാണ് ഈ CPM കേന്ദ്രങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷൈല ചേച്ചി, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ CITU സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു അധിക്ഷേപ പരാമർശമുണ്ടായത്. കുട മാത്രമാണോ സുരേഷ് ഗോപി കൊടുത്തത്, ഉമ്മയും കൊടുത്തോ എന്നുള്ള രീതിയിലെല്ലാം തന്നെ ആശാവർക്കർമാരെ അപ്പാടെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം. എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ? അതിനെതിരെ ഞങ്ങൾ നിയമപരമായ നടപടികളിലേക്ക് പോവുകയാണ്. നമ്മളതിനെ അഭിഭാഷകരുമായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നീക്കം നടത്തും. അതുപോലെ മറ്റ് പരാതി കൊടുക്കാൻ പറ്റുന്നിടങ്ങളിലെല്ലാം പരാതി കൊടുക്കും. ഇതിനെ ഞങ്ങൾ അത്ര നിസ്സാരമായിട്ട് കാണുന്നില്ല. കാരണം ഇവിടെ നിൽക്കുന്നത് പല വീടുകളിൽ നിന്നും വന്ന് ഇത്തരത്തിലുള്ള സമരവേദികളിലോ പൊതുപ്രവർത്തനങ്ങളിലോ ഒന്നും ഇറങ്ങിയിട്ടുള്ള സ്ത്രീകളല്ല. അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അവർ ഈ തെരുവിൽ വന്ന് ഈ സമരം ചെയ്യുന്നത്. അവരോട് അനുഭാവപൂർവ്വം ഒരു പരിഗണന ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, അവരെ ഈ രീതിയിൽ അധിക്ഷേപിക്കുന്നത് ഒരു ക്രിമിനൽ നടപടി തന്നെയാണ്. അപ്പോൾ അതിനെതിരെ ഞങ്ങൾക്ക് നിയമപരമായി പോയേ പറ്റൂ. ഇതിനെ ഇപ്പം ഞങ്ങൾ ഏതാനും പൊതുപ്രവർത്തകർക്കെതിരെയാണെങ്കിൽ ഞങ്ങൾ അത് അങ്ങേയറ്റത്തെ അവഗണനയോടെ പുച്ഛിച്ച് തള്ളും. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവസാനിക്കുന്നതല്ല. കാരണം ഇത് അവരുടെ കുടുംബങ്ങളിൽ പോലും അവർക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സമരത്തെ രാഷ്ട്രീയമായിട്ട് നേരിടാനുള്ള കെൽപ്പില്ല ഈ LDFനും CITUവിനും അവരുടെ നേതാക്കൾക്കും എന്നുള്ളതാണ്. സമരത്തെ രാഷ്ട്രീയമായി ആശമാർ പറയുന്ന വിഷയങ്ങളിൽ, ആശമാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങളിൽ ന്യായമുണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇവർ. അതല്ലാതെ വേറെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും വരാൻ വേണ്ട. ഇവിടെ വന്നത് ഒരു കേന്ദ്രമന്ത്രിയാണ്, കേന്ദ്ര സഹമന്ത്രിയാണ്. ഇത് തുറന്ന പന്തലാണ്. ഇവിടെ ഇതിനെ പിന്തുണയ്ക്കുന്ന ഏതൊരാൾക്കും വരാമെന്നുള്ള നിലപാടാണ് സമരസമിതിക്കുള്ളത്. അതുകൊണ്ട് ഒരു കേന്ദ്ര സഹമന്ത്രി ഇവിടെ വരുമ്പം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ വന്ന് എന്തെങ്കിലും സമരത്തിന് പിന്തുണയോ സഹായ വാഗ്ദാനമോ ചെയ്യുമ്പം അത് നിഷേധിക്കേണ്ട കാര്യമൊന്നും സമരസമിതിക്കില്ല. സമരസമിതി ആരോടും ആവശ്യപ്പെട്ടിട്ടുമില്ല. ഈ സമരം ചെയ്യുന്ന സംഘടന ആരോടും നിങ്ങളെ പിന്തുണയ്ക്കാനായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ടില്ല. ഇനി കുറച്ച് CITUകാർ ഇവിടെ കൊടയോ വടിയോ ഒക്കെ ആയിട്ട് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾക്ക് അതിനൊരു ബുദ്ധിമുട്ടുമില്ല. അല്ലെങ്കിൽ അവർ ഇവിടെ വന്ന് ഈ സമരത്തെക്കുറിച്ച് ആശയ സംവാദത്തിന് വരുമോ, എന്ത് വേണേൽ ചെയ്തോട്ടെ, നമുക്ക് അതിനൊന്നും വിരോധമില്ല. പക്ഷേ ഇത് ഈ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന അതിനെതിരെ ഞങ്ങൾ ശക്തമായ നടപടിയായിട്ടും. ആ സ്ത്രീകൾ ഇരിക്കുന്ന ഈ വേദിയിൽ തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ അദ്ദേഹം ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് രംഗത്ത് വന്നിരുന്നത്. അതാ ഇരിക്കുന്ന സ്ത്രീകൾ സ്വയം പരിശോധിക്കേണ്ടതാണ്. അവരും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതുകൊണ്ടാണല്ലോ അവരും തെരുവിൽ വന്നിരിക്കുന്നത്. ഗോപിനാഥന് പ്രസംഗിക്കാൻ വേണ്ടി ഓഡിയൻസ് ആയിട്ട് വന്നിരിക്കുന്ന സ്ത്രീകൾ ഒന്നുകിൽ അവരുടെ പാർട്ടികളുടെയോ യൂണിയൻ്റെയോ ഒക്കെ പ്രവർത്തകരായിരിക്കാം. അവരും ആലോചിക്കണം. അവരിങ്ങനെ പൊതു രംഗത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് അവരുടെയൊക്കെ നേതാക്കന്മാരുടെ മനസ്സിൽ ഇതാണുള്ളത്. അവരുടെ കൂടെ ഇരിക്കുന്ന സ്ത്രീകളെയും കൂടിയാണ് അധിക്ഷേപിച്ചത്. അവർക്ക് അതിനകത്ത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
എന്തായാലും ആശാ വർക്കർമാർ പറഞ്ഞു വെക്കുന്നത് ഇതിനെതിരെ ഈ ഒരു CITU നേതാവിൻ്റെ ഈ പരാമർശത്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ്. നമുക്കൊരു കാര്യം ചിന്തിക്കേണ്ടത്, കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി അമ്മമാരെയും സ്ത്രീകളെയും എല്ലാം കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നതും എല്ലാം തന്നെ സ്വാഭാവികമാണ്. അദ്ദേഹം സ്വന്തം സഹോദരിയെ പോലെ അമ്മയെ പോലെ കണ്ടുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സ്നേഹപ്രകടനമെല്ലാം തന്നെ നടത്തുന്നത്. എന്നാൽ ഇവിടെ അത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു CITU നേതാവിൻ്റെ ഇത്തരത്തിലുള്ള പരാമർശത്തിനെതിരെ ആശാ വർക്കർമാർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.